പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പല ക്യാൻസർ രോഗികളും നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഗ്രേപ്സ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഗ്രേപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിങ്ങ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കഴിക്കാൻ പറ്റുമോ പല രോഗികളും ചോദിക്കാറുണ്ട്. ഈ ചോദ്യത്തിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് ഞാൻ പതിയെ പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാൻസർ രോഗി എങ്ങനെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കണ്ടിട്ടില്ലാത്ത ആളുകളാണെന്ന് വരിയിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലിങ്ക് നോക്കി അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഈ ഗ്രേപ്സിൻ്റെ കാര്യം പ്രത്യേകിച്ചും പറയാനുള്ള കാരണം, ഈ ഗ്രേപ്സ് കൂടാതെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്ന വേറൊരു പഴവും ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കൃഷി ചെയ്യുന്നതല്ല, നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതുമല്ല. വളരെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു പഴം കാണാനായിട്ട് സാധിക്കും. അത് ഒരു ഓറഞ്ച് പോലെയൊക്കെ ഇരിക്കും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടുക്കൊരു പിങ്ക് കളറിലൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണത്. പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചുമല പോലത്തെ ഒരു കളറാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ഗ്രേപ്പ് ഫ്രൂട്ടിനകത്ത് പലതരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. ഈ എൻസൈമുകൾ ചില മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് കുഴപ്പമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെടുത്ത് ഗ്രേപ്പ് ഫ്രൂട്ട് കഴിക്കരുതെന്ന് പറയും. ഉദാഹരണത്തിന് ലപ്പാറ്റിനിബ് എന്ന് പറയുന്ന ഒരു ഗുളിക, ഇത് ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ് ലപ്പാറ്റിനിബ്. അപ്പോൾ ഈ ഗുളിക കഴിക്കുന്ന ആളുകളെടുത്ത് പറയും ഗ്രേപ്പ് ഫ്രൂട്ട് കഴിക്കരുത്. ഇതിൻ്റെ കാരണം ഈ ഗ്രേപ്പ് ഫ്രൂട്ടിനകത്തുള്ള എൻസൈംസ് ഈ ലപ്പാറ്റിനിബിൻ്റെ കഴിക്കുന്ന രോഗികളുടെ അതിൻ്റെ രക്തത്തിലുള്ള മരുന്നിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തും. അതുകൊണ്ടാണ് ഈ ഗ്രേപ്പ് ഫ്രൂട്ട് കഴിക്കരുതെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാധാരണ കിട്ടുന്ന ഗ്രേപ്സ് അല്ല. ഗ്രേപ്സ് എന്ന് വെച്ചാൽ മുന്തിരിങ്ങയല്ല, അത് ഗ്രേപ്പ് ഫ്രൂട്ടാണ്. ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഈ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ പല രോഗികളും എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു കാര്യം നമുക്കിവിടെ ചർച്ച ചെയ്ത് കളയാം എന്ന് ഞാൻ തീരുമാനിച്ചത്. കുറച്ച് ആളുകൾക്കൊക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.